Vedi. Vai. ഇതിൽ തന്നെ സ്റ്റില്ലടിച്ചാൽ ഇനിയും കിട്ടും. അത് വീഡിയോ ആയിരുന്നു. എനിക്കത് അറിഞ്ഞുകൂടാ. അറിയാവുന്നൊരാൾ
കാരുണ്യവാനായ ദൈവം സ്വീകരിച്ച് ആൾക്കിനിട്ട് വിശ്രാന്തി നൽകുമാറാകട്ടെ. ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തനായി കേഴുന്നു ആവിയാൽ കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ കൂട്ടിടുകിൽ ആർക്കൊള്ളോ രക്ഷയെ പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ ഓക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. നീയല്ലോ മാമക ജീവതയിൽ ഉലരിയെ പാർത്തിരിക്കുന്നതുപോൽ മൽപ്രാണൻ ദൈവത്തെ പാർത്തിരിപ്പു. ഇസ്രയേലുമേവം പ്രത്യാശ വച്ചു. ഇസ്രയേലിൻ രക്ഷകൻ നീയാണല്ലോ. കാരുണ്യം തൂകുന്ന ബാലകനും വിശ്വം വെടിഞ്ഞോർക്കൻ ദൈവമേ നീ ശാശ്വത വിശ്രാന്തി നൽകിടണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോകത്ത് നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസ്യ ടീച്ചറുടെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഇയാൾ എല്ലാ പാപത്തിൽ നിന്നും മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെയും ചേർത്തുയർത്തിന്റെ മറ്റുമേൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ, ടീച്ചറുടെ ആത്മാവിനെ വിശ്രാന്തി നൽകണമേ. ടീച്ചറുടെ ആത്മാവ് മരിച്ച മറ്റെല്ലാം വിശ്വാസത്തിലെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന നിറഞ്ഞ കുടുംബാംഗങ്ങളെ യോഗത്തിൽ അവസാനമായുള്ള കാണുവാനും ഈ കുടുംബത്തിന്റെ സങ്കടത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഇവരെ സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 2 വർഷം പൂർത്തിയാക്കി പ്രിയപ്പെട്ട റോസ ടീച്ചർ ഈ ലോകത്ത് നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ പ്രിയപ്പെട്ട ടീച്ചറിന്റെ ഭരണത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ശ്രീകൃഷ്ണ ഇടവക കുടുംബത്തിന്റെ
വികാരേശ്വരന്റെയും എന്റെയും ഇവരുടെ കുടുംബം മുഴുവന്റെയും പ്രാർത്ഥനയും അനുശോചനവും നേരുന്നു. നമുക്കറിയാൻ വ്യക്തിത സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ ജീവിച്ചു തീർക്കാനുള്ളതല്ല, മരിച്ച മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കേണ്ടവരാണ് നാം. മരണമൊരു യാത്രയാണ്, സ്വർഗപിതാവിന്റെ സന്നിധിയിലേക്കുള്ള യാത്ര. ഒരു യാത്രപൂർവ്വമായി നമ്മൾ കുറേ ദിവസമൊക്കെ നിലനിൽക്കുന്ന യാത്രയാണെങ്കിൽ ഭക്ഷണവും മറ്റുമൊക്കെ കരുതുന്നത് പോലെ പഠിക്കുന്നതിന് മുമ്പ് കൂടാശകളൊക്കെ സ്വകരിച്ച നിരവധിയാകുമ്പോൾ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. ഇത്തരത്തിലൂടെ ഒരുക്കത്തോടുകൂടിയാണ് യാത്രയാകുന്നത്. മരണം നമ്മൾ പ്രതിനിധിക്കുന്ന യാഥാർത്ഥ്യം ഈ ലോക ജീവിതത്തിനപ്പുറത്ത് സ്വർഗം ഉണ്ടോ എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണമെന്നുള്ളതാണ്. പ്രവാസി കേൾക്കുന്ന സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത് ഈശോയോടുകൂടെ മരിക്കുന്നവരെ ഈശോയോടുകൂടെ ഉയർപ്പിക്കപ്പെടുന്നതാണ്. ഭൂതനായ ഈശോ നൽകുന്ന പ്രധാനത്തിന്റെ പ്രത്യാശീകരിക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ഒരുപാട് ദുഃഖം തന്നെയാണ്. പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മ യാത്രയാകുക എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ വലിയൊരു സങ്കടമാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന വർത്തമാനം പറഞ്ഞു സന്തോഷ ദുഃഖങ്ങൾ പങ്കുവച്ചും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചുമൊക്കെ കൂടെ ഉണ്ടായിരുന്ന അമ്മ യാത്രയാകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയാണ്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അസംഘടത്തിന് മാനുഷികമായ ആശ്വാസവാക്കുകൾ ഒരിക്കലും പകരമാകില്ല. അതുകൊണ്ട് തന്നെ സമാധാനം നൽകുന്ന ആശ്വാസം നൽകുന്ന കർത്താവിന്റെ സമാധാനവും ആശ്വാസവും അവർക്ക് ലഭിക്കട്ടെ. കർത്താവുകളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലായിരുന്നപ്പോൾ പ്രിയപ്പെട്ട ദർശനം മാനുഷികമായ ബലഹീനതകളും കുറവുകളും ഒക്കെ നമുക്കുണ്ടല്ലോ. ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ടാകാം. അങ്ങയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗഭാഗ്യം പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുറവുകളും ബലഹീനതകളും ശരിക്കുള്ളതാക്കുന്ന വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നികത്തപ്പെടേണ്ടത് നമ്മുടെ പ്രാർത്ഥനകളും നാം ചെയ്യുന്നതിന് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധതകളും ഉപന്താനുകരണങ്ങളിലൂടെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തോടും കുടുംബാംഗങ്ങൾക്കുള്ള കുറവുകളുടെ നാമത്തിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. നമുക്ക് മൃഗസംസ്കാര ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അത് ലഭിക്കുന്ന സാഹചര്യത്തിനായി ഈ പ്രാർത്ഥനയെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസ്വങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ഭഗവാൻ ക്രമങ്ങളുടെ നാഥനാശനമായി ഈ സന്ദർശനങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും അന്വേഷിക്കും. ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഞങ്ങളുടെ മഹനീയമായ പ്രത്യക്ഷങ്ങളുടെ ക്രൂരമായ ശക്തിയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ് ജനതയും നടത്തിന്റെയും നാഥനമാകുന്നു.
ശേഷിപ്പിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദാഹരണങ്ങൾ നവീകരിക്കുന്നവനുമായ കർത്താവ് ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. കൊണ്ടുവിടുന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ഭൂമിന്റെയും മരണത്തിന്റെയും നാശമാകുന്നു. അതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീതിയാൽ മരണവിധേയരാക്കുകയും നിരാധിക്കാതെ ഓർപ്പിക്കുകയും ചെയ്യുന്നവർക്കാവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്നുകൊണ്ടെന്നാണ് ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ദൈവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ സഹോദരരെ മരുത്തുവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവരോടുകൂടി ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്നുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖമാരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മുപ്പതായിരം മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവനോട് കൂടി
നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും അത് കേൾക്കുന്നത് ജീവിക്കുകയും ചെയ്യുന്ന സമയം നടത്തിയിരിക്കുന്നു. അല്ലാതെ വന്നുകൊള്ളുന്നു. ജീവന്റെ അർഹമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനാകുന്നത് ഊട്ടുകർത്താവാകാനുള്ള തീരുമാനങ്ങൾ നമുക്ക് കിടത്തിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമായിട്ട് കല്യാണമുള്ളത് അവർക്ക് പ്രശ്നം കഴിക്കുന്ന സമയം വരും. അപ്പോൾ നമ്മൾ കൂടുതൽ ജീവന്റെ ഉയർത്തണം, നമ്മൾ കൂടുതൽ മുക്തിയുടെ ഉയർത്തണമായി പുറത്തുകളും അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് പോരാ അവിടെ നടക്കുന്നു. അവിടെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ നടക്കാം.
ഈ സൈഡിൽ നിൽക്കുന്നവരൊന്ന് ദേവാലയത്തിലേക്ക് വയ്ക്കും. കൂട്ടംകൂടുന്നുണ്ടല്ലോ അന്ത്യപൂജാരം അർപ്പിക്കാൻ എല്ലാവർക്കും ആവശ്യമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം ഇപ്പോൾ അന്ത്യപൂജാരം അർപ്പിച്ചാൽ മതി. നമുക്ക് മഴയാണ്, നമുക്കറിയാം, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. 2 ഭാഗത്തും കുറച്ചിങ്ങോട്ട് സൈഡിലേക്ക് നിന്നേ ഒരു ചുംബിച്ചിട്ട് പോട്ടെ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുംബിക്കാം. കുറച്ച് പുറകോട്ടേക്ക് എന്നാലും ഇങ്ങോട്ട് വാ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാൻ അഴുകി നശിക്കും ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. കാഹളനാദം നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിന കീർത്തനവാദം ഗന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മെസ്സിഹാരാജൻ പിന്നിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമാ
സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മത സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കും. അവരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അളയും നീശോ മൃതരാമക്കിലക്കും ജീവനുമതുപോ ശരണവുമരുളീടാ. കർത്താവേ, ഞാൻ നിരന്തരം വരുന്നിലും മൃതിയാൽ തന്നെ മൃതിയുടെ കൈത്തെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉലഞ്ഞി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനേൽക്കുന്നു. ദുഷ്ടനുമിടയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാം നൽകണം ഉദ്ധാരം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശോദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധന്റെ പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളിച്ചിന്നും. അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങളടയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തെ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരണം എത്ര മനോഹരമാകുന്നു.
വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി കവരണം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സൗഭാഗ്യകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കരുതുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പ്രിയാകുന്നു, പൊടിയിലേക്ക് തന്നെ വളരുമെന്നരുളി ചെയ്ത് സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തികൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അവര് മുന്തിരിക്കിട്ട് പോട്ടെ. ജീവൻ നൽകി മഹോന്നതമാ
ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾ ഉദ്ധാരം നീങ്ങുന്നു. ആഹാരങ്ങളെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഉദ്ഘോഷിക്കുവിൻ. സർവേശ്വരാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പുറത്തി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മിശിഹ കർത്താവിൻ ദാസീനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയ വഴിഞ്ഞൊരുവൻ മഹിമഗ്യതയോടെ. നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വ ഭക്തയോടും കൂടെ കടശീലുത്താനം നിതരാം കനിവാറുടത്തെ കർത്താവഖിലേശൻ. കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താ. നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കാട്ടരുവിൽ നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കട്ടരുവിലേക്ക് നടക്കുന്ന മകളെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്നെ നിരാശപ്പെടുന്നു. നീ എന്നെ വിഷാദിച്ചു കലങ്ങുന്നു. നീ ദൈവത്തെ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേ ആമേൻ. കാട്ടരുവിൽ നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ റോസർപ്പിച്ചത് വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുതുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.
ശാശ്വതമായ അല്പമഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്നവർ സ്വത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിന്റെ അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, വ്രതസംസ്കാര ശുശ്രൂഷകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്ന് പെട്ടിയടിച്ച് കല്ലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെ മാത്രം കല്ലറ വരെ അനുഗമിക്കുക. അതുപോലെ തന്നെ പെട്ടിയിറക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളവർ മാത്രം അത് ചെയ്യുക. ബാക്കിയുള്ളവരെല്ലാവരും താഴെ കവാടം വരെ മാത്രം മൃതദേഹത്തെ അനുഗമിച്ചാൽ മതി. വയലിൽ തുളരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. നല്ല വെള്ളമല്ലേ? വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുഖരിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് ഒരു ജീവിത സന്ദർഭം പരിശുദ്ധ കബറിടം നീ പൗത്രീകരിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ തിരിച്ചു വയ്ക്കാവേ. ഓക്കെ. കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മരണം മൂലം നമ്മിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ആത്മാക്കളോട് ഈ പ്രസംസ്കാര വലിക്കല്ലേ ഈ കയറ് വലിച്ചതിന് ശേഷം
നമുക്ക്